സാർ, ഇന്ന് ജസ്ന കേസ് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനോരമയിൽ വന്നൊരു വാർത്തയുണ്ട്. ടൈറ്റിൽ ഇതാണ്: ജസ്ന കേസ് അന്വേഷണം ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ തെളിവ് ലഭിച്ചില്ല. ആദ്യ 48 മണിക്കൂർ പോലീസ് വെറുതെ കളഞ്ഞു CBI. വാർത്തയിൽ പറയുന്നത്, പത്തനംതിട്ട കൊല്ലൻമുളയിൽ നിന്ന് 6 വർഷം മുൻപ് കാണാതായ 2ാം വർഷ BCom വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച കേരള പോലീസ് അന്വേഷണത്തിന്റെ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയെന്ന് CBI റിപ്പോർട്ട്. തിരോധാന കേസുകളിൽ ആദ്യ 48 മണിക്കൂർ അതീവ നിർണായകമാണ്. ലോക്കൽ പോലീസ് ഈ കേസിന് മുൻഗണന നൽകിയില്ല. ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ ജസ്ന എവിടെയാണ് എന്നതിന് ഒരു തെളിവും ലഭിച്ചില്ലെന്നും തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് ജസ്ന എവിടെയോ ഒളിവിൽ കഴിയുന്നതായുള്ള പ്രചാരണത്തിനിടയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബാക്കി റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. സാറിന് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താണ്? എനിക്ക് ചിരിക്കാനാ തോന്നിയത്. കാരണം അന്വേഷണം പാളിപ്പോയി. ഈ കേസ് 22/3/2018 റിപ്പോർട്ട് ചെയ്തത്. ജസ്നയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ 10 മണിക്ക്. രാവിലെ പിതാവ് 6-7 മണിക്ക് വീട്ടിൽ നിന്ന് പോയി. തൊട്ടുപുറകെ ബ്രദർ പോയി. അന്നേരം രണ്ടുപേരും ചോദിച്ചു, നീ വെളിയിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. ഇവർ പോയ ഉടനെ ധൃതി പിടിച്ച് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് അവിടുന്ന് നേരെ കൊല്ലംവിളയിൽ നിന്ന് തിരിച്ച് മുക്കൂട്ടുതറയിൽ വന്നു. അവിടുന്ന് ബസ് കയറി എരുമേലിയിൽ ഇറങ്ങി. എരുമേലിയിൽ നിന്ന് അടുത്ത ബസ് കയറി മുണ്ടക്കയത്തിന് പോയി. ഇതാണ് അതിൻ്റെ ആ ചാർട്ട്. പക്ഷേ കേരള പോലീസിനും CBIക്കൊക്കെ വലിയ CCTV ദൃശ്യങ്ങൾ ഇതിനകത്ത് കിട്ടിയില്ല. CCTV ദൃശ്യം കിട്ടിയെങ്കിൽ മാത്രമേ കേരള പോലീസും മറ്റൊരു വലിയ കേസുകളൊക്കെ പിടിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു. അല്ലാത്തുള്ള സന്ദർഭത്തിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ജസ്ന കേസ് അതുപോലത്തെ ഒരു കേസാണ്. ആലപ്പുഴ രാഹുലിൻ്റെ കേസും അതുപോലെ കേസാണ്. CCTV ദൃശ്യമില്ല, പക്ഷെ നമുക്ക് പിടിക്കേണ്ട കേസ്. അപ്പോൾ അത് ഞാനൊന്ന് വിലയിരുത്തി. ഇപ്പം മാർച്ച് 2018 22 തീയതി 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 10:30 എരുമേലി വന്നു. എരുമേലിയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് മുണ്ടക്കയത്തിനുള്ള കയറി. ആ കയറിയ ബസ് പുലിക്കുന്ന് കഴിഞ്ഞ് കരിനിലം കഴിഞ്ഞ് മുണ്ടക്കയത്തെത്തും. പുലിക്കുന്ന് നിന്ന് ഇവരുടെ ആൻറ്റിയുടെ വീട്ടിൽ പോകുന്നത് പുലിക്കുന്നിൽ നിന്നാണ്. അവിടുന്ന് 5-6 കിലോമീറ്റർ ഉണ്ട്. പുലിക്കുന്നിൽ നിന്ന് ഇവരുടെ ആൻറ്റി താമസിക്കുന്ന വീട്ടിലെത്താൻ 6 കിലോമീറ്ററുണ്ട്. സാധാരണഗതിയിൽ ആ വീട്ടുകാർ പുഞ്ചവയൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടുന്ന് അവർ കാറിൽ ഇവിടെ വന്ന് ബസ് ഇറങ്ങി നിൽക്കുന്ന ഇവളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകും. തന്നെ പോവില്ല. പക്ഷെ അന്ന് ആ പുലിക്കുന്നിലെ ഇറങ്ങിയില്ല. അതിനപ്പുറത്ത് കരിനിലത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കരിനിലത്തിൽ നിന്ന് അവരുടെ വീട്ടിലോട്ട് പോകാം, പുഞ്ചവയൽ. അവിടെ പോകുന്നു തലേ ദിവസം വിളിച്ചു പറഞ്ഞു. അപ്പൊ അതിനൊരു ഉദ്ദേശമുണ്ട് ആ പോക്കിന്. പിറ്റേ ദിവസം പോവുകയാണ്. പോയി കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ചെല്ലാം എന്നൊരു കണക്കൂട്ടലായിരിക്കും പോയത്. പക്ഷേ ആ പുലിക്കുന്നിൽ ഇറങ്ങാതെ പിന്നെ വണ്ടിയിൽ ഇരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മുണ്ടക്കയത്ത് ചെന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മിസ്സായി. എൻ്റെ പോയിന്റ് അതാണ്, മിസ്സായി. അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു, സാർ എൻ്റെ അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞ അവിടെ ഉണ്ട് ജസ്ന. കാരണം എരുമേലി ഒരു സ്ഥലം ഞാൻ ഇപ്പം പറഞ്ഞു, മുണ്ടക്കയം, അവരുടെ കോളേജ് കഴിഞ്ഞ 26-ാം മൈൽ കാഞ്ഞിരപ്പള്ളി, ഇതൊരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിനകത്ത് ജസ്ന ഉണ്ട്. പലരും സാറിന് അങ്ങനെ പറയുന്നത്. ജീവനുണ്ടോ? അതൊന്നും ഞാൻ പറയത്തില്ല. ജസ്ന എവിടെയുണ്ട്, ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ജസ്ന കേസ് ഒരു 10-20 എപ്പിസോഡുകളിൽ കൂടെ നമ്മൾ ജസ്നയുടെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട സംഭവം നമ്മൾ ചർച്ച ചെയ്താണ്. അന്നെല്ലാം സാറ് പറയുന്നുണ്ട് ജസ്ന ആ ഏരിയയിൽ തന്നെ ഉണ്ടെന്ന്. പക്ഷേ കേരള പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, എന്നിട്ടും അവർക്ക് കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് 19ഓളം മെസ്സേജ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് 21-ാം തീയതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മനോദുഃഖം, ഏതോ ഒരു ദുഃഖമുണ്ട് ആ കുട്ടിക്ക്. അതെന്താണെന്ന് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ CBI കണ്ടെത്തിയില്ല. അതാണ് കേസ് തെളിയാത്തതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആദ്യത്തെ ഈ കേസ് റിപ്പോർട്ട് ചെയ്തപ്പം തന്നെ ലോക്കൽ പോലീസിന്റെ അന്വേഷണം പാളിപ്പോയി. ആദ്യത്തെ CBI പറഞ്ഞ കറക്റ്റാണ്.
അവരുടെ സുവർണ അവസരമല്ലേ, അല്ലെങ്കിൽ ആ സുവർണ മണിക്കൂറല്ലേ ആദ്യത്തെ അല്ലെങ്കിൽ 2 ദിവസം. ആ ദിവസം അവരൊന്നും അന്വേഷിച്ചില്ല. അത് മുക്കുട്ടുതറയെന്ന് നേരെ തട്ടിവിട്ട് അങ്ങനെ 2 പോലീസ് സ്റ്റേഷനിൽ അവർ പോയി. ആ പിതാവ് ജെയിംസ്, രണ്ടാമത്തെ പോലീസ് സ്റ്റേഷൻ കേസ് ജൂറിസ്ഡിക്ഷനുള്ള പ്രശ്നം. ആ 2 ദിവസം വെറുതെ പോയി. ആ 2 ദിവസമാണ് ക്രൂഷ്യൽ ടൈം. അപ്പോഴാണ് നമ്മൾക്ക് ജസ്റ്റിനെ പിടിക്കാനായിട്ട് പറ്റുന്നത്. എവിടെ പോയി? ഇതിൻ്റെ ഇടയ്ക്ക് മിസ്സിംഗ് ആണ്. അവിടെ അന്വേഷിക്കണമല്ലോ, ആ മിസ്സിംഗ് ഏരിയയിൽ അന്വേഷിക്കണം. എന്താണ് ആ കുട്ടിയുടെ മനോദുഃഖം? അമ്മ അതിനൊരു 8 മാസം മുമ്പ് മരിച്ചുപോയി. അമ്മ ആശുപത്രിയിൽ 1 മാസം കിടന്ന് അന്നേരം ഈ കുട്ടി പല പള്ളികളിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പോയി. പക്ഷേ ഇതേപ്പറ്റി ഒരു അന്വേഷണം നടത്തിയില്ല. ലോക്കൽ പോലീസിന്റെ അന്വേഷണം വളരെ മോശമായിരുന്നു. ഒരു കേസ് അന്വേഷിക്കേണ്ട ബാലപാഠം പോലും അവിടുത്തെ ഡിവൈഎസ്പിമാർക്ക് അറിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അവിടുത്തെ കുറെ വെറ്ററൻ ഡിവൈഎസ്പിമാർ അന്വേഷിച്ചു. അവരൊന്നും ഇത് പ്രോബ് ചെയ്തില്ല, അവർക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം CBI വന്നു. CBI വന്നപ്പം ചില കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വന്നു. കാരണം CBIയിലെ നിപിൻ ശങ്കർ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷണത്തിൽ ഒരു ടെററിസ്റ്റ് കേസുമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് എസ്റ്റാബ്ലിഷ്. കറക്റ്റാണ്, നല്ല അന്വേഷണമാണ്. പിന്നെ ഈ പറഞ്ഞ ഏരിയയിലെല്ലാം വളരെ വിശദമായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ CBIക്കോ ലോക്കൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഒന്നും ഇത് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിയാതെ പല കഥകൾ മെനഞ്ഞുണ്ടാക്കി. അത് തൽപര കക്ഷികളുണ്ടാക്കിയ കഥയ്ക്കകത്ത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും വീണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജസ്നയുടെ അഡ്രസ്സ് ആ കർണാടകയിൽ എവിടെയോ ഒരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ താമസിക്കുന്ന ലോഡ്ജിൽ അവളുടെ പേരും എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത പല പത്രങ്ങളിൽ ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ജസ്ന കടന്നു കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. അവിടെ രജിസ്റ്ററിനകത്ത് അങ്ങനെ ഒരു പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കാനായിട്ട് അക്കോമഡേഷന് വേണ്ടിയാണ് ജസ്ന ചെന്നെന്നാണ് പറയുന്നത്. അവിടെ കൂടെ ഒരു പയ്യനും ഉണ്ടെന്നുള്ള കഥയാണ്. പക്ഷെ അവിടെ മുറിയില്ല. പിന്നെ എന്തിനാണ് അവിടെ ഇവരുടെ അഡ്രസ്സ് രജിസ്റ്ററിൽ എഴുതുന്നത്? അത് തൽപര കക്ഷികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യം ആരും എഴുതത്തില്ല, യുക്തിസഹമല്ലാതെ. അപ്പൊ അത് ഞാൻ അന്ന് മുതൽ, കാരണം അതിനകത്ത് ഈ താല്പര്യത്തിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൈവേർട്ട് ചെയ്തൊരു അതിനകത്തൊക്കെ ലോക്കൽ പോലീസ് ചെയ്യുന്നു. ഇതിനകത്ത് നമ്മളെ പോലെയുള്ള അന്വേഷണക്കാർ എവിടാണ് മിസ് ചെയ്തത്, അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു, അതെന്താണ് അവിടുന്ന് മിസ് ചെയ്യാൻ കാരണം, അതിലേക്ക് വന്നില്ല. ഈ കുട്ടിയുടെ ദുഃഖം എന്താണ്? സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ വഴക്കാണ്. അമ്മ മരിച്ച ശേഷം ആ മൂത്ത മോള് ജെഫി, അവൾ അതീവ ദുഃഖത്തിലായിരുന്നു. പക്ഷെ അമ്മ മരിച്ച ശേഷം പെട്ടെന്ന് ജസ്റ്റിനെ റിക്കവർ ചെയ്ത് അതിനകത്തുനിന്ന്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കുട്ടി പെട്ടെന്ന് റിക്കവർ ചെയ്തു. അമ്മ മരിച്ച ശേഷം ആ കുട്ടി തലമുടി വെട്ടി, കുറച്ച് സുന്ദരിയായി. അതൊരു സ്റ്റേറ്റ്മെന്റ്, CBIയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടതാണ്. അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. കാരണം മൂത്ത കുട്ടി ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവള് ഒരുപോലെ ദുഃഖമുള്ള കുട്ടിയാണ്. പക്ഷെ ഇവള് പെട്ടെന്ന് ആ മൂഡിൽ നിന്ന് റിക്കവർ ചെയ്ത് ഒരു സന്തോഷവതിയായിട്ട് കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദുഃഖം വന്നു. അതാണ് ആ ദുഃഖം എന്നാണ് ഞാൻ പറയുന്നത്. അതെന്താണെന്ന് ഇവരാരും കണ്ടെത്തിയിട്ടില്ല. ഈ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് 2017 ഏപ്രിൽ മുതൽ 2018 മാർച്ച് 22 വരെയുള്ള ജസ്നയുടെ 1619 ഫോൺ കോളുകൾ CBI പരിശോധിച്ചു. സഹോദരി കഴിഞ്ഞാൽ കൂടുതൽ തവണ വിളിച്ചത് സഹപാഠിയാണ് 234 കോളുകൾ. ഈ സഹപാഠിയും ഹോസ്റ്റൽ മുറിയിലെ 3 കൂട്ടുകാരികളും ഒഴികെ കോളേജിൽ മറ്റാരുമായും അടുപ്പമുണ്ടായിരുന്നില്ല. പ്രണയിച്ച ആർക്കൊപ്പമെങ്കിലും പോകാൻ സാധ്യതയില്ല എന്നാണ് സുഹൃത്തുക്കളും മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് വന്നത് അച്ഛൻ ജസ്നയ്ക്ക് ഒരു കാമുകനുണ്ടെന്ന് സംശയിക്കപ്പെടുന്നതായും അദ്ദേഹം ആ കാമുകൻ ജസ്നയെ മിസ്യൂസ് ചെയ്തതായും ഒക്കെ സംശയമുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. സാർ, അങ്ങനെ ഒരു സംശയം സാറിനുണ്ടോ? അത് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ജസ്നയുടെ കൂടെ പഠിച്ച എബിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഇവളെപ്പോഴും വിളിക്കുക, ഏറ്റവും കൂടുതൽ കോൾ പോയിരിക്കുന്നത് എബിനാണ്. എബിന് അവരുടെ ആൻറ്റിയുടെ വീടിനടുത്താണ് വീട്. അപ്പൊ ആൻറ്റിയുടെ വീട്ടിൽ പോകുന്നതിന് കാരണം ഇവനുള്ളതുകൊണ്ടെന്നൊക്കെ തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. പക്ഷെ എബിനും അറിയാം, ജസ്നയ്ക്കും അറിയാം ആ എബിന് ഒരു കൂട്ടുകാരിയായിട്ട് അടുപ്പമുണ്ടെന്ന് ഇവക്കും അറിയാം. പിന്നെ ഇവള് അവനെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, സ്നേഹിക്കത്തുമില്ല. ഇവക്കും അത് അറിയാം, അവനൊരു പെൺകുട്ടിയായിട്ട് അടുപ്പമാണെന്ന്. അതറിയാവുന്ന ഒരു ജസ്ന തീർച്ചയായിട്ടും അവിടെ ജയിക്കത്തില്ല. പക്ഷെ ഇവര് ഈ ആൻറ്റിയുടെ വീടിന് തൊട്ടടുത്ത് അവന്റെ വീട്.
അപ്പൊ ഇവന് ഒരു പ്രാവശ്യം ആ റോഡിൽ ഇവള് ബസ് ഇറങ്ങിയാൽ അവിടെ കൊണ്ട് വിടാൻ ആരെങ്കിലും സഹായം വേണം. ഒരു പ്രാവശ്യം അവന്റെ കൂടെ അവിടെ പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവനുമായിട്ട് യാതൊരു ബന്ധവും ഇതിനകത്തില്ല. അവളുടെ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്, SFI നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു, ജെബിൻ. അതുപോലെ തന്നെ കോളേജിലെ HDC ഈ കുട്ടി ഹോസ്റ്റലിലാണ് നിന്ന്, വീട്ടിലല്ല. ഫസ്റ്റ് BComന് ആ സെന്റ് ഡൊമിനിക് കോളേജിലെ ഹോസ്റ്റലിൽ. അപ്പോൾ ഹോസ്റ്റൽ റൂമിൽ താമസിച്ചപ്പം 3-4 കൂട്ടുകാരികൾ ആ റൂംമേറ്റ് ആയിട്ടുണ്ട്. ഇവളുടെ എല്ലാ ചലനവും അവർക്കറിയാം, അവരുടെ ചലനം ഇവക്കും അറിയാം. അവിടെ ഡീപ്പായിട്ട് CBIയും ലോക്കൽ പോലീസും ഒന്നും നോക്കിയില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതാണ് അവിടെ കൊണ്ടാണ് പാളിപ്പോയത്. കാരണം ജസ്നയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബന്ധമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരോട് അടുപ്പമുണ്ടോ, അങ്ങനെയുള്ള വിവരങ്ങൾ അവർ കൂടി നമുക്ക് കിട്ടുള്ളൂ. അത് യൂസ് ചെയ്തില്ല ലോക്കൽ പോലീസും CBIയും യൂസ് ചെയ്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ ആണ് ഡിഫർ ചെയ്യുന്ന ഒരു ഏരിയ. കാരണം ആ 4 കുട്ടികളെ കൂടാതെ പിന്നെ ഒരു 4 ഡേ സ്കോളേഴ്സുമായിട്ടും അടുപ്പമുണ്ട്. അപ്പോൾ 8 കുട്ടികൾക്ക് ഇവളുടെ ഇൻ ആൻഡ് ഔട്ട്സ് അറിയാം. പക്ഷേ അവർ ഒരു ഗോഡ് ഫിയറിങ് ആണ് ഇവള്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, അതൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. ഒരു തിരോധാനത്തിൻ്റെ പിന്നിൽ ഒരു ചതിയാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ജസ്ന ഇപ്പം പലരും ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും CBI ഉൾപ്പെടെയുള്ളവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് അവർക്കറിയില്ല. അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത് ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിലാണ്. അതിനെ മിസ്ലീഡ് ചെയ്യാൻ പല വാർത്തകളും അവർക്കിട്ട് കയ്യിൽ കിട്ടി. അതൊന്നും ഡിപ്പെൻഡബിൾ അല്ല. പക്ഷേ ജസ്നയുടെ ഈ കേസിനകത്ത് ഇപ്പം CBI അന്വേഷണം കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ജസ്നയ്ക്ക് ആരുമായിട്ട് അടുപ്പമില്ല. ജസ്ന ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധമില്ല. തിരിച്ചു പറഞ്ഞാൽ ഒരു മുസ്ലിം ബോയിയായിട്ട് അടുപ്പമില്ല. ഇതൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി? പിന്നെ എന്തിനാണ് ജസ്ന തിരോധാനത്തിലേക്ക് പോയത്? എന്ത് പറ്റി? ഒരു ചതി പറ്റിയതായിട്ടാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അത് CBI അന്വേഷിച്ചാൽ ഇനിയും കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇത്രയും സാറ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് CBI അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? ഇപ്പോൾ അച്ഛൻ വീണ്ടും കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അച്ഛന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് സാറ് മനസ്സിലാക്കിയെടുത്തോളം? മോൾക്ക് എന്ത് സംഭവിച്ചു? അപ്പനല്ലേ, പിതാവല്ലേ? പ്രത്യേകിച്ച് ലോക്കൽ പോലീസ് പിതാവാണ് കൊന്നെന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിച്ചു. മനസ്സ് വേദനിച്ചു. മൂത്ത മകളുണ്ട് ജെഫി, അവളും വേദനിച്ചു. ഒരു ബ്രദറുണ്ട്, അവൻ ഇപ്പം വിദേശത്ത് എവിടെ ജോലിക്ക് പോയി. അപ്പൊ ആ വീട്ടിലെ ദുഃഖം നമുക്കറിയാം, അവരുടെ ദുഃഖം. ഒരു കൊച്ചിനെ, സ്വന്തം കൂട്ടിലെ കുട്ടിയെ പോയിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്നും തീരാ ദുഃഖം, മരണം വരെ. അതിനൊരു പ്രതിവിധി വേണം, രണ്ടിലൊരു തീരുമാനം വേണം. അത് ഈ CBI ഉൾപ്പെടെയുള്ളവർ കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ അപ്പൊ അച്ഛന് ഈ ഒരു സമയത്ത് ഇത്തരം ഒരു CBI അന്വേഷണത്തിനെതിരെ കോടതിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ക്ലൂ ലഭിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അങ്ങനെ കോടതിയിൽ പോയത്? അത് അച്ഛന് ചെറിയ സൂചനകൾ ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ കൊടുത്ത റിപ്പോർട്ടിനകത്ത് 6 മാസം കൂടെ ഇവർ അന്വേഷിക്കണം, CBI അന്വേഷിക്കണം. ചില ലീഡുകൾ, ചില സംശയങ്ങൾ ഞങ്ങൾ പുതിയതായിട്ട് കിട്ടിയത് കൊടുക്കാം CBIക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ഡിറ്റക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. എന്ത് സംഭവിച്ചു എന്ന് 6 മാസത്തിനകം വെളിവാകുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ കണ്ടെത്തലും ആ പുതിയ രീതിയിലുള്ള ആ ഒരു അന്വേഷണത്തിന്റെ മാർഗങ്ങളും തുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞു വെച്ചാണെങ്കിൽ പുതിയ തെളിവുകൾ കിട്ടിയെങ്കിൽ ഇത്രയും നാള് CBI അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആ തെളിവുകൾ കൊടുത്തില്ല, കൈമാറിയില്ല, പോലീസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞില്ല എന്നൊക്കെ സംശയം പലരും ഉന്നയിക്കും. എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരുന്നത്? അത് ഇവരുടെ കുറ്റമല്ല. ഒരു കേസിന്റെ പല കാര്യങ്ങളും വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്ത് ഒരു കേസിന്റെ അന്വേഷണത്തിന് സഹായമായ സാധനങ്ങൾ പെറുക്കിയെടുക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അതിനകത്ത് തലയ്ക്കകത്ത് മൂളയില്ലെങ്കിൽ അത് കിട്ടില്ല. കാരണം നമ്മൾ എത്രയോ കേസുകൾ പിടിച്ചതിനകത്ത് ഒരു തെളിവും ഇല്ലാത്ത 5-6 വർഷം കഴിഞ്ഞിട്ട് പോയി അന്വേഷിച്ചിട്ട് സംശയിക്കുന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ദിവസങ്ങളോളം നടക്കുമ്പോൾ ഒരു കുറ്റം ചെയ്ത ഒരാൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വന്നു, കാണാമറയത്ത് നിൽക്കുന്ന ആളെ കാഷ്വലായിട്ട് നമ്മുടെ മുമ്പിൽ വന്നാൽ
ആ ചോദ്യം ചോദിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പം അയാളുടെ മൈൻഡിൽ കുറ്റക്കാരനാണ് എന്ന് അയാൾക്കറിയാം. അത് നമ്മൾ ആ മൈൻഡിലോട്ട് കയറുമ്പോൾ ചില വാക്കുകൾ മലയാളം സംസാരിക്കുന്നവരെ ഇങ്ങോട്ട് വെളിയിലിട്ട് വരും. അപ്പോൾ ആദ്യം നിന്ന് നമ്മൾ ആളെ ഫിക്സ് ചെയ്യും. അതിൻ്റെ ടെക്നോളജി കുറേ കേസുകൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കേസ് അന്വേഷിച്ചെങ്കിൽ അതിലോട്ട് വരുള്ളൂ. അതൊരു പുസ്തകത്തിനകത്തില്ല. ഒരാളുടെ മൈൻഡിനകത്ത് എങ്ങനെയാണ് കയറുന്നതിന് വിവിധങ്ങളായ ടെക്നിക്കുകളുണ്ട്. ടെക്നിക്കുകൾ സാധാരണഗതിയിൽ ഇന്റർനാഷണൽ ആയിട്ടൊക്കെ ഉള്ള ടെക്നിക്കുകളൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല, ഓരോ കേസിനും വ്യത്യസ്തമാണ് ടെക്നിക്ക്. അപ്പോൾ ആ കേസിനകത്ത് ഇൻവോൾവ് ചെയ്യണം. നമ്മൾ തെളിയണമെന്ന് പറഞ്ഞ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തെളിയും. പക്ഷെ ഇവരാരും ആ രീതിയിൽ വന്നിട്ടില്ല. ഇതൊക്കെ ചുമ്മാ കാശ് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത്. സാറ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ജസ്നയ്ക്ക് എന്തോ അപകടം സംഭവിച്ചു രീതിയിലാണ്. അതെ, അത്തരത്തിൽ സാറിന് പറയാൻ ഉറപ്പുള്ള വിധത്തിൽ എന്തെങ്കിലും ക്ലൂ ലഭിച്ചത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത്? പലരും ചോദിക്കുമല്ലോ. അതെ, അതുണ്ട്. CBI അപ്പോ ആ ഒരു അപകടം ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിലേക്ക് കാര്യങ്ങൾ ഇനിയുള്ള ഒരു അന്വേഷണത്തിൽ എത്തുമെന്ന് കരുതുന്നുണ്ട്. CBI തീർച്ചയായിട്ടും അതിലോട്ട് വരും. കാരണം ജെയിംസിന്റെ ഫാദറിന് ചില കാര്യങ്ങൾ സംശയങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇതുവരെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ വരുന്ന സംശയമാണ് അങ്ങേർക്ക് വന്നിരിക്കുന്നത്. അതിപ്പോൾ CBIക്ക് കഴിവാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും കണ്ടെത്തുമെന്നാണ്, ഒരു 6 മാസത്തിനകം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമ്മളിപ്പോ ചർച്ചയിൽ ജസ്നയ്ക്ക് ഒരു കാമുകൻ ഇല്ല. പക്ഷേ അന്വേഷണം കുറച്ച് സഹപാഠികളിലേക്ക് പോയില്ല. അവരെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് സാറും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അവര് പലരൊക്കെ വിദേശത്താണ്. പക്ഷേ വൈറ്റലായ ഒരു ഏരിയയിൽ ഇതുവരെ ലോക്കൽ പോലീസ് CBI കയറിയില്ല. എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ഈ ഫാദർ മോളെയും കൊണ്ടുപോയി ഒരു ലേഡി ഡോക്ടറെ കാണിച്ചത്?